ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇപ്പോൾ ചൊറിഞ്ഞു പണി മേടിക്കുക എന്നത് നമ്മുടെ ഒരു സ്ഥിരം പല്ലവിയാണ്. എന്നിട്ട് ഞമ്മന്റെ ആളുകൾക്ക് മാന്ത് കിട്ടിയാലോ ഉടനെ തന്നെ ഇരവാദം ഉന്നയിച്ച് നിലവിളിക്കാനും തുടങ്ങും. ചില ആളുകൾ അങ്ങനെ, നമ്മുടെ നാട്ടില് ഒരു നാടൻ ചൊല്ലുണ്ട്, ജാസ്തിയാലുള്ളത് തൂത്താ മാറത്തില്ല എന്ന്. ഇത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന സ്വഭാവ ഗുണമാണ്. കഴിഞ്ഞ ദിവസം ഇസ്രയേല് വിട്ടയച്ച ബന്ധികൾ മെലിഞ്ഞുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടോ, ഇസ്രായേലിലെ ബന്ധികളെ എങ്ങനെയാണ് നോക്കിയത് എന്ന് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രൂപത്തിൽ നമ്മുടെ മുക്കാൽ വണ്ണൊക്കെ ഭയങ്കരമായിട്ട് നെഞ്ചിലിടിച്ച് നിലവിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഹമാസുകാര് കൊണ്ടുപോയ ബന്ധികൾ അവരുടെ അവസ്ഥയെ സംബന്ധിച്ച് തുറന്നു പറഞ്ഞപ്പോൾ ഇവര് പെട്ടെന്നങ്ങ് നിശബ്ദമായി. ഇനിയിപ്പോ എന്ത് പറയാനാണുള്ളത്? എല്ലാം പബ്ലിഷ് ആയല്ലോ. കാരണം ഇരകൾ തന്നെ വന്ന് അവർ ഹമാസ് മനുഷ്യരല്ല, അവരെ മനുഷ്യരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ട് അവരെ ഓരോ നിമിഷവും മരണത്തെ മുഖാമുഖം കണ്ട അവസ്ഥയെ സംബന്ധിച്ച് കണ്ണീരോടുകൂടി നമ്മളോട് വെളിപ്പെടുത്തിയല്ലോ. ഇനി അവർക്ക് എന്തു മറുപടിയാണ് അതിന് പറയാനുണ്ടാവുക? ഇപ്പോ ഹമാസ് തീവ്രവാദികൾക്ക് അന്ത്യശാസനം നൽകിയിരിക്കുന്നത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ്. എല്ലാ ബന്ദികളെയും ശനിയാഴ്ച ഉച്ചയോടുകൂടി വിട്ടയച്ചിട്ടില്ലെങ്കിൽ വെടിനിർത്തൽ കരാറിന് വിരാമം കുറിക്കുമെന്നാണ് ശ്രീ ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും പറയുന്നത് പോലെയല്ല, ബൈഡൻ പറഞ്ഞതുപോലെയല്ല, നെതന്യാഹു പറഞ്ഞതുപോലെയല്ല. നെതന്യാഹുവിന്റെ നിശ്ചയദാർഢ്യവും ശക്തമായിട്ടുള്ള നിലപാടുകളും പ്രശ്നങ്ങളിൽ ഏത് രൂപത്തിലുള്ള നടപടിക്രമങ്ങളാണ് അദ്ദേഹം എടുക്കുന്നതെന്നും മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഇന്ത്യക്കും ഒരു നെതന്യാഹുവിനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചത്. നരേന്ദ്രമോദി മോശമാണ് എന്നല്ല അതിന്റെ അർത്ഥം. യോഗിയെ പോലെ ഒരു പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാൻ കാരണം നരേന്ദ്രമോദി മോശമായിരുന്നത് കൊണ്ടല്ല, നരേന്ദ്രമോദിക്ക് ശക്തമായിട്ടുള്ള നിലപാടുകളില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ഇവർ കറ്റൻട്രി ആയിട്ട് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നു. നരേന്ദ്രമോദി കുറച്ചുകൂടി വിവേകപൂർവം ആലോചിച്ച് മനസ്സിലാക്കി കുറച്ച് അവധാനതയോടുകൂടി കാര്യങ്ങൾ തീരുമാനിക്കുന്നു. അത്രയേ ഉള്ളൂ. ഒരു പക്ഷെ അതിനകത്ത് നയതന്ത്ര കാര്യങ്ങൾ വേറെ ഉണ്ടാകും. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന യോഗിയേക്കാൾ ജൂതരാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഒരു ഭരണാധികാരിയേക്കാൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അവഗാഹമുള്ളതും കാര്യങ്ങൾ എങ്ങനെയാണ് എവിടെയാണ് ചരടുകൾ വലിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ചെയ്യുന്ന കഴിവുറ്റ ഒരു ലോക നേതാവ് എന്ന നിലയിൽ നരേന്ദ്രമോദി തന്നെയായിരിക്കണം വിജയം. പക്ഷേ നമ്മൾ സാധാരണക്കാരായതുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ചു പോകുന്നതാണ് അത്തരം ഒരു സമീപനം ഉണ്ടായിരുന്നെങ്കിലെന്ന്. ഇന്നലെ രാത്രി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ മോചിതരായ ബന്ദികളുടെ ദൃശ്യങ്ങൾ താൻ കണ്ടതായും അവർ ക്ഷീണിതരും ഏറെ മോശം അവസ്ഥയിലൂടെയാണ് കടന്നുപോയത് എന്നും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, മാനസിക പ്രശ്നങ്ങളുണ്ടെന്നും മനസ്സിലാക്കാൻ സാധിച്ചെന്നുമാണ് ട്രംപിന്റെ പ്രതികരണം. ഞാൻ ബന്ദികളെ നോക്കി, അവർ മെലിഞ്ഞിരിക്കുന്നു, അവരുടെ മുഖത്ത് നോക്കി അവർ ജീവിക്കാനുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടവരെ പോലെ തോന്നി. 1930കളിലെ എന്തോ പോലെ തനിക്ക് തോന്നി എന്നാണ് ട്രംപ് പറഞ്ഞത്. അതൊരു തികഞ്ഞ അപമാനമാണ്, അതൊരു കോൺസെൻട്രേഷൻ ക്യാമ്പിലെ പോലെ തോന്നി, അവർ ഹോളോകോസ്റ്റിൽ നിന്നും പുറത്തു വന്നതുപോലെ തോന്നുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പോൾ അവരനുഭവിച്ച ത്യാഗോജ്ജലമായ എന്തൊക്കെ അനുഭവങ്ങളായിരിക്കും എന്ന് ട്രംപ് ഒരു നിമിഷം കൊണ്ട് മനസ്സിലാക്കി എന്നതുള്ളതാണ് വസ്തുത. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 2023 ഒക്ടോബർ 7 പിടിച്ചെടുത്ത 73 ഇസ്രായേലികളെ ഹമാസ് തടവിലാക്കിയിരുന്നു. മൊത്തം 257 പേരുണ്ട്, അതിനകത്ത് മൊത്തം വിട്ടത് ഉൾപ്പെടെ. അതിനകത്ത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ 39 പേരും മാത്രമാണ് ഹമാസിന്റെ കയ്യിലുള്ള ബന്ദികൾ. മറ്റുള്ളവരിൽ മരിച്ചവർ എന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. മറ്റുള്ള ആളുകൾ 257 പേരെ ബന്ദികളാക്കിയതിൽ കുറച്ചു പേരെ വിട്ടയച്ചിട്ടുണ്ട് പല സാഹചര്യങ്ങളിലായി. ഇപ്പോൾ 39 പേര് മാത്രമേ 73 ജീവിച്ചിരിപ്പുള്ളൂ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. 2025 ജനുവരി 19 പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കൈമാറ്റ കരാറിൽ ഇതുവരെ 21 ബന്ദികളെ മോചിപ്പിച്ചതുകൂടി കഴിഞ്ഞാൽ ഇനി 39 പേർ. നെതന്യാഹു പറഞ്ഞാലും ട്രംപ് പറഞ്ഞാലും ലോകരാജ്യങ്ങൾ മുഴുവനും പറഞ്ഞാലും ശരി, ഹമാസിന്റെ കയ്യിൽ അവശേഷിക്കുന്ന ബന്ദികളെ സംബന്ധിക്കുന്ന നിയമങ്ങൾ പറയേണ്ടത് ഹമാസിന്റെ അവശേഷിക്കുന്ന നേതാക്കന്മാര് തന്നെയാണ്. പക്ഷേ രക്ഷയില്ല.
ഇപ്പോൾ വെടിനിർത്തൽ കരാർ അനുസരിച്ചിട്ടുള്ള ബന്ദികളുടെ മോചനം വൈകിപ്പിക്കും എന്നാണ് ഹമാസിന്റെ പ്രസ്താവന. കരാറിലെ വ്യവസ്ഥകൾ ഇസ്രായേൽ നിരന്തരമായി ലംഘിക്കുകയാണ് എന്നാണ് അവരിപ്പോൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശനിയാഴ്ചയ്ക്കുള്ളിൽ ബന്ദികളുടെ മോചനം സാധ്യമായിട്ടില്ലെങ്കിൽ വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറും എന്ന് പബ്ലിക്കായിട്ട് തന്നെ പ്രഖ്യാപിച്ചു. ബന്ദികളിൽ കുറച്ചുപേരെ വിട്ടു നൽകുകയല്ല വേണ്ടത്, മുഴുവൻ പേരെയും ശനിയാഴ്ച 12 മണിക്ക് മുമ്പ് മോചിപ്പിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ഗാസ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത, നാളെ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന ഒരു നരകമാക്കി മാറ്റും എന്നാണ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം. ട്രംപ് എന്ത് പറഞ്ഞാലും വളരെയധികം ആലോചിച്ചു മാത്രം പറയുന്ന പ്രകൃതക്കാരനാണ്. പറയുക മാത്രമല്ല, പറയുന്നത് ചെയ്തു കാണിക്കുന്ന പ്രകൃതക്കാരനാണ്. ചെയ്യുന്നത് മാത്രം പറയുന്ന പ്രകൃതക്കാരനാണ്. അതുപോലെ തന്നെയാണ് ശ്രീ നരേന്ദ്രമോദിയും. പലസ്തീൻ തടവുകാർക്ക് പകരം ഇസ്രായേലി ബന്ദികളെ ശനിയാഴ്ച കൈമാറും എന്നാണ് ഹമാസ് നേരത്തെ അറിയിച്ചിരുന്നത്. അങ്ങനെയാണ് കരാറിൽ ഒപ്പുവെച്ചിരുന്നത്. എന്നാൽ കരാറിലെ വ്യവസ്ഥകൾ ഇസ്രായേൽ ലംഘിച്ചു എന്നാരോപിച്ച് ഹമാസ് ഇതിൽ നിന്നും പിന്മാറുകയാണ്. ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് വടക്കൻ ഗാസയിൽ നിന്നും പലായനം ചെയ്തവരെ തിരിച്ചു വരാൻ അനുവദിക്കുന്നില്ല. വെടിനിർത്തൽ ലംഘിച്ച് ഷെല്ലാക്രമണം നടത്തുകയും പലസ്തീനികളെ ആക്രമിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ ഇവർ ആരോപിക്കുന്നത്. ഗാസയിലേക്ക് സഹായം എത്തിക്കാൻ അനുവദിക്കുന്നില്ല ഇസ്രായേൽ തുടങ്ങിയ നിരവധി കാര്യങ്ങളാണ് ഹമാസ് ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ശനിയാഴ്ച മുമ്പ് മധ്യസ്ഥർക്ക് ഇസ്രായേലുമായി ചർച്ച നടത്താൻ അവസരം നൽകുന്നതിനാണ് ഇക്കാര്യം 5 ദിവസം മുമ്പ് തന്നെ പ്രഖ്യാപിച്ചത് എന്നും ഹമാസ് സായുധ വിഭാഗമായ അൽ-ഖസാം ബ്രിഗേഡിന്റെ വക്താവ് പറയുന്നു. ഹമാസ് അവസാനം മോചിപ്പിച്ച ബന്ദികളുടെ അവസ്ഥയിൽ താൻ ഉത്കണ്ഠാകുലനാണ് എന്ന് കഴിഞ്ഞ ദിവസമാണ് ട്രംപ് ഡിക്ലെയർ ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ബന്ദികളെ വിടില്ല എന്ന ഹമാസിന്റെ പ്രഖ്യാപനവും വരുന്നത്. ഇതിൽ പ്രകോപിതനായ ട്രംപ് വെടിനിർത്തൽ കരാറിൽ നിന്നും പിന്മാറുമെന്നും വീണ്ടും ആക്രമണം തുടങ്ങുമെന്നും ഇതുവരെ കണ്ടതിനേക്കാൾ ഭീകരമായ യുദ്ധമായിരിക്കും ട്രംപിന്റെ നേതൃത്വത്തിൽ ഇനിയും ഗാസ അനുഭവിക്കാൻ പോകുന്നതെന്നും മുന്നറിയിപ്പ് നൽകി. ഗാസയിൽ നിന്നും കുടിയൊഴിപ്പിക്കുന്ന പലസ്തീനികളെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഈജിപ്തിനും ജോർദാനും നൽകുന്ന സഹായം അവസാനിപ്പിക്കുമെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ ഗാസയിൽ സൈനിക നടപടി സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ അദ്ദേഹം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പുതിയ നീക്കങ്ങൾ മേഖലയിൽ വീണ്ടും യുദ്ധഭീഷണി സൃഷ്ടിക്കും എന്നാണ് മധ്യസ്ഥത വഹിച്ച രാജ്യങ്ങളുടെ ആശങ്ക. ഖത്തർ, ഈജിപ്ത്, USA എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലാണ് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ സാധ്യമായത്. പക്ഷേ ഈ കരാർ ഒരുപാട് കാലത്തേക്ക് നീണ്ടു നിൽക്കില്ല എന്നാണ് ഇസ്രായേൽ അറബ് നേതാക്കൾ കരുതുന്നത്. അതിനുള്ളിൽ ബന്ദികളാക്കപ്പെട്ടവരുടെ മോചനമാണ് ഇരു വിഭാഗത്തിന്റെയും ലക്ഷ്യം. വിഷയത്തിൽ ട്രംപിന്റെ പ്രസ്താവന കൂടി വന്നതോടുകൂടി ഇതിനുള്ള സാധ്യത മങ്ങി എന്നാണ് വിലയിരുത്തൽ. ഇക്കാര്യത്തിൽ അമേരിക്കൻ തുടർ നടപടികൾ അനുസരിച്ചിട്ടായിരിക്കും മേഖലയിലെ സമാധാന ശ്രമങ്ങളുടെ ഭാവി. ചർച്ചകൾ ഫലം കാണാതെ വന്നാൽ മേഖലയിൽ വീണ്ടും യുദ്ധം ആരംഭിക്കുമോ എന്ന ആശങ്കയും ശക്തമായി. ഹമാസിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ അതിർത്തിയിൽ ഇസ്രായേൽ സൈന്യവും ജാഗ്രതയിലാണ്. യുദ്ധത്തിൽ പൂർണ്ണമായും തകർന്നെങ്കിലും സ്വന്തം വീടുകളിലേക്ക് തിരിച്ചെത്തിയ പലസ്തീനികളും പുതിയ നീക്കങ്ങളിൽ ആശങ്കയിലാണ് എന്നാണ് റിപ്പോർട്ട്. 15 മാസങ്ങളോളം നീണ്ടുനിന്ന യുദ്ധത്തിന് ശേഷം ജനുവരി 19-ാം തീയതിയാണ് ഗാസയിൽ 42 ദിവസത്തെ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത്. ഇസ്രായേൽ ബന്ദികളുടെ 5 സംഘവും 100-ലധികം പലസ്തീൻ സംഘവും തടവുകാരൻ അവരൊക്കെ ഈ കാലയളവിൽ മോചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ മോചനം അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഗാസ മുനമ്പ് ഏറ്റെടുക്കും എന്ന ട്രംപിന്റെ പ്രഖ്യാപനം വരുന്നത്. കുടിയൊഴിപ്പിക്കപ്പെട്ട പലസ്തീനികൾക്ക് ഗാസയിലേക്ക് തിരിച്ചു വരാൻ അവകാശമില്ല എന്നും ഇവരെ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങളുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് മാറ്റുമെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്നാൽ ഗാസ വിൽക്കാനുള്ളതല്ലെന്നും പലസ്തീനികളെ കുടിയൊഴിപ്പിക്കാൻ അനുവദിക്കില്ല എന്നുമാണ് അറബ് രാജ്യങ്ങളുടെ നിലപാട്. ഇനിയിപ്പോൾ ഒരു 2020 മാച്ച് പോലെ അറബ് രാജ്യങ്ങളും ട്രംപും തമ്മിലുള്ള മാച്ചായിരിക്കും ഇനി ലോകം കാണാൻ പോകുന്നത്. നന്ദി.